ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നാം ഇന്നത്തെ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കെട്ടിടങ്ങളും മറ്റും പണിത് നമ്മുടെ പരിസ്ഥിതിയുടെ തന്നെ സന്തുലനാവസ്ഥയെ തകിടം മറിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പരിസ്ഥിതിയെക്കുറിച്ചും അത് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മൾ ഓരോരുത്തർക്കും അവബോധം പകരുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. 1972 UN ജനറൽ അസംബ്ലി ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിച്ചു. ഓരോ വർഷവും വ്യത്യസ്തമായ സന്ദേശങ്ങളും വ്യത്യസ്ത രാജ്യങ്ങളുമാണ് പരിസ്ഥിതി ദിന ആഘോഷത്തിനായി തിരഞ്ഞെടുക്കുന്നത്. ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം ഭൂമി പുനഃസ്ഥാപിക്കൽ, ഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നതാണ്. സൗദി അറേബ്യയിലാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണം ആഘോഷിക്കുന്നത്. ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും ശുദ്ധവായുവും ശുദ്ധജലവും ഉറപ്പുവരുത്തുക, ഈ ഭൂമി വരും തലമുറകൾക്ക് കൂടി ഉപകാരപ്രദമായ രീതിയിൽ നിലനിർത്താൻ ആവശ്യമായ നടപടികൾ ആഗോളതലത്തിൽ ചർച്ച ചെയ്യുകയും നടപ്പാക്കുകയുമാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. പ്രശസ്ത കവി ശ്രീ രാജൻ കൈലാസിന്റെ കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇവിടെ ആലപിക്കുന്നത്. അമ്മയാം ഭൂമിക്കു കാവലാവാൻ നമ്മളല്ലാതെ മറ്റാരുമില്ല. മലയില്ല, മരമില്ല, കിളികളില്ല, മഴയില്ല, പുഴയില്ല, പൂക്കളില്ല. മരുഭൂമിയാ മലനാട്ടിലിപ്പോൾ മലകളായി പൊങ്ങുന്നു മാലിന്യങ്ങൾ. ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ഒരു മരം നടുക, അതൊരു ജീവനാണ്, ഒരു ജീവിതമാണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ദിവസത്തിൽ ഒരു മരം നടുക എന്നതിലുപരി മരം നടുക എന്ന ഒരൊറ്റ കാര്യത്തിൽ അവസാനിപ്പിക്കരുതെന്നാണ് സ്നേഹപൂർവ്വം പുതിയ തലമുറയിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങളൊക്കെ തന്നെ വഴിയിൽ വലിച്ചെറിയുന്ന, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ വലിച്ചെറിയുന്ന, അതല്ലെങ്കിൽ നമ്മൾ തോട്ടിലും കുളത്തിലൊക്കെ തന്നെ വലിച്ചെറിഞ്ഞ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ 31-ാം തീയതി തൊട്ടാണ് വർഷക്കാലം ആരംഭിച്ചത്. അതിനു മുൻപ് വേനൽമഴയായിരുന്നു. ആ വേനൽമഴ ഒരു ദിവസം പെയ്തപ്പോൾ തന്നെ നമ്മുടെ റോഡുകളും വഴികളും അതുപോലെ തന്നെ വീട്ടിലേക്കൊക്കെ തന്നെ വെള്ളം കയറുന്ന സാഹചര്യം നമുക്ക് മുൻപിലുണ്ടായി. അതൊക്കെ തന്നെ പുഴയിലെ വെള്ളം ഒതുങ്ങാത്തത് കൊണ്ട്, കുളത്തിൽ വെള്ളം ഒതുങ്ങാത്തത് കൊണ്ട്, അതിന് തോട്ടിൽ വെള്ളം ഒതുങ്ങാതെ അവിടെ നിൽക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് കര കവിഞ്ഞ് ഒഴുകിയിട്ടാണ് നമ്മുടെ നടക്കുന്ന വഴിയിലും വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറുന്നത്. നമുക്ക് 2018 വലിയ ദുരന്തം, വെള്ളപ്പൊക്കം ഉണ്ടായതൊക്കെ തന്നെ നമുക്ക് മുൻപിലുള്ള ഒരു കാര്യമാണ്. ഞാൻ തിരിച്ചറിയുന്നു, ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ട ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നത്തിന് പ്രധാന കാരണമെന്ന് എനിക്കറിയാം. വർദ്ധിപ്പിച്ചും എല്ലാ തരത്തിലുമുള്ള മലിനീകരണ പ്രവർത്തനങ്ങളും ഒഴിവാക്കിയും എനിക്ക് ചുറ്റുമുള്ള പുഴകളെയും നീർച്ചാലുകളെയും കുളങ്ങളെയുമെല്ലാം പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചും ഭക്ഷണം പാഴാക്കാതെ ശ്രദ്ധിച്ചും പരിസ്ഥിതിയെ വീണ്ടെടുക്കുന്നതിൽ മനസ്സും ശരീരവും അർപ്പിച്ച് ഞാൻ പങ്കുചേരുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം. അമ്പത്തള നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. അന്നമായി വായുവായി നമ്മളെ കാക്കുന്ന തരുനിരകളെ തൊട്ടു വന്ദിക്കണം. Good morning all, respected headmaster, teachers and my dear friends. First of all, I wish you all a memorable Environment Day. Our environment is one of the most important aspects to survive on this planet. It is the only thing that can make life sustainable. Without it, we can survive even a single day. Scientifically speaking, everything around us constitutes
our environment, including both living and non-living things. The environment is in danger because of the high levels of pollution. This pollution can be natural or man-made. ഒരു മിനിറ്റ് ആരൊന്ന് പിടിച്ചിട്ട് ഫോട്ടോ എടുക്കുക. ഒന്ന് പിടിച്ചിട്ട് ഫോട്ടോ എടുക്കുക.